അനീഫാ എന്താ ഇവിടെ? ഒന്നുമല്ല, ഞാൻ വെറുതെ ഇങ്ങനെ കുഞ്ഞാപ്പൂനെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞാൻ കുഞ്ഞാപ്പൂനെ കാണാനല്ല, കുഞ്ഞാപ്പൂന്റെ ഉമ്മാനെ കാണാൻ ഇറങ്ങിയതാ. അതെന്തേ? അതെ, കയ്യിലാണ് 5 കായ്, ഒരു 500 റുപ്യ കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട് കുഞ്ഞാപ്പൂ പറഞ്ഞു ഓന്റെ ഉമ്മാനെ എന്നോട് ചോദിച്ചാൽ കിട്ടുന്നു. അങ്ങനെ കുഞ്ഞാപ്പൂ പറഞ്ഞാ? പിന്നെ അനക്കൊക്കെ എന്തിനാ പൈസ? യൂട്യൂബിൽ നിന്നൊക്കെ നല്ല വരുമാനം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞെടുക്കണേ. അതന്നെ എന്റെ വാവാ. കാരണം ആൾക്കാരെ വിചാരണ്ടേ. ഇപ്പൊ ഇന്നാള് എന്റെ ഭാര്യയും പെങ്ങൾ കൂടി ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരാൾ ചോദിച്ചു അജിഫാക്ക് പണി ഉണ്ടാവും എത്ര? പണിയില്ല, പണി കുറവാണ് പറഞ്ഞത്ര. ഓനൊക്കെ എന്തിനാ പണിക്കോണ്? ഓനക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ലേ? പൊന്നു ചങ്ങാതിമാരെ, പൊന്നു എന്റെ സഹോദരന്മാരെ, യൂട്യൂബിന് വരുമാനം കിട്ടാൻ ആദ്യം ജനങ്ങൾ കാണണം. വരുമാനം ഒന്നും കിട്ടുന്നില്ല. കാരണം പ്രേക്ഷകർ ഞങ്ങൾ എന്നും വീഡിയോ എടുത്ത് അപ്പൊ ആൾക്കാർ തെറ്റിദ്ധാരണം നല്ല പൈസ കിട്ടുന്ന നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളെ വരുമാനം. നിങ്ങൾ കാണുക, നല്ല കണ്ടന്റ് ആണ്, നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നാ പിന്നെ പേടിക്കാനില്ല. ഇത് മാത്രമല്ലടോ, എല്ലായിടത്തും ചോദിക്കും അജിഫാ എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു എനിക്ക് നല്ല വരുമാനം തെറ്റിദ്ധാരണയാണ്. ഒരു വരുമാനം നമ്മൾ പണി എടുത്തിട്ടെങ്കിൽ അത്ര തന്നെ ഉള്ളൂ. അല്ല ഇപ്പൊ തുറന്നു പറഞ്ഞപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാനേ കുഞ്ഞാപ്പൂന്റെ ഉമ്മ വരുന്നത്. എന്താണ് ഇപ്പൊ ഇത്ര വെച്ചത്? എന്തൊക്കെയാ ഉണ്ടാക്കി തീർത്തിക്കണോ? ചെക്കന് ഓറ്റങ്ങളൊക്കെ വർത്താനം പറഞ്ഞിട്ടാവുന്നുണ്ടാവും. വൃത്തിയാക്കും ശരിയാക്കും നേരം കൊണ്ട നേരം. ചെക്കന് എന്തൊക്കെയാ എടുത്തു കൊടുത്തിക്കണ വല്ലാതെ പോട്ടെ. ഞാനുണ്ട്. താത്ത, ഞാനേ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നേ. നീയിപ്പോ ഇജെന്താ ഇവിടെ മോനെ എന്നോട് പറയാനേ? ഞാൻ എന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ നബീസാത്താറിന് വരികയാണേ മോനെ. അപ്പോഴാണ് കുഞ്ഞാപ്പൂ വന്ന് പറഞ്ഞത് റോക്കിയും സഫിയും മക്കളും വന്നിട്ടുണ്ട് എന്ന്. പാവല്ലേ ഓച്ചിങ്ങൾക്ക് ഈ ചെക്കെന്തേലും ഉണ്ടാക്കി കൊടുക്കുവോ? ഞാൻ പോവാ. വെറുതെ കുറിച്ച് വണ്ടി വന്ന എന്താ വെച്ചാണ്ട എന്നോട് പറയാന്. ചെക്കൻ പറഞ്ഞപ്പോൾ ഓർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും വേണം. ചെക്കനൊരു പോത്താണോ ഒന്നും അറിയില്ലല്ലോ. എന്നോട് പറയും കജ്ജിയാണ് 5 കായില്ല. ഞാനിപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും അവിടുന്ന് കടം മേടിച്ചിട്ടാണ് നോക്കി കൊടുക്കേണ്ടത്. വന്നിട്ട് കുഞ്ഞാപ്പൂനെ പറഞ്ഞേക്കും ചെയ്യാതെ മണ്ടി വരികയാണ്. താത്താൻ്റെ കുട്ടി വേറെ വിശേഷമൊന്നും ചെല്ല, വെറുതെ ഇവിടെ നിൽക്കല്ലേ. ഞാൻ പോവട്ടാ. അന്നങ്ങൾ ആയിക്കോട്ടെ. അന്നങ്ങൾ പോയിക്കോളി. ഇപ്പൊ എന്താ ചെയ്യാ? ആ പ്രതീക്ഷ ഇല്ല. നീ വേറെ ചോദിച്ചോക്കാം. കുഞ്ഞാപ്പൂന്റെ വാക്കും കേട്ടിട്ട് ഇന്റെ അടുത്ത് കായ് മേടിക്കാൻ വേണ്ടി നിൽക്കാണ്. അവന്റെ നിർത്തല്ല എന്താ അറിയാ. പൊട്ടന്റെ ആണെങ്കിൽ എന്റെ ചെക്കൻ തരം എന്നോട് വന്ന പറഞ്ഞു അനീഫാക്ക് 500 റുപ്യ വേണം അമ്മ. ഞാൻ നിങ്ങളെ അടുത്തുണ്ട്, നിങ്ങൾ കൊടുക്കണോ? അനീപ്പ നിങ്ങളവിടെ കാത്തു നിൽക്കുമോ? പഠിച്ചോനെ ചെക്കനെ പറയുകയും ചെയ്ത് എന്നോട് പറയാൻ തോന്നിയ നന്നായി. അതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങോട്ട് പറയാടി മുന്നേ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായി. അല്ലല്ലേ ഇവരെ വിചാരം എന്താണ്? 2-3 പെരയ്ക്ക് ഞാൻ പണിക്ക് പോന്നിട്ടുണ്ട്. പൈസ കഴിക്കണം മരാണിച്ചിട്ടുണ്ട് പെരയില്. കണ്ടും രണ്ടോടെയൊക്കെ വല്ല പണിക്കും പോയിക്കോടെ. ചെക്കൻ ഇങ്ങനെ നടക്കും. ഒരു യൂട്യൂബ് ചാനൽ ഇട്ടാണ്ട് നടക്കും. വല്ല വരുമാനം കിട്ടുമോ? അതും ഇല്ല. ഇന്ന് ചെക്കൻ നടക്കാണ്ട് നല്ല കൂലിപ്പണിക്കൊക്കെ പോയിക്കൂടെ. ഇങ്ങനെ നടക്കണം, ഇങ്ങനെ കൈ ഇങ്ങനെ ഇറക്കാൻ നടക്കണം. അല്ല എന്താ എല്ലാരും പോയാവോ? ഒന്ന് പോയി നോക്കട്ടെ. പറച്ചോനെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഒരു പോയാ ഏടാ എന്താ ചെയ്യുന്നത്? പറച്ചോനെ അവരൊന്നും കാണാനില്ലല്ലോ. ചെക്കനും കാണാനില്ലല്ലോ. ചെക്കൻ അവിടെ പോയി? അവരൊക്കെ വന്ന് കുളിക്കണം തോന്നുന്നു. ഈ ചെക്കൻ എവിടെ പോയി? പറച്ചോനെ ഇമ്മാന്റെ ഒച്ച മഴയില്ലല്ലോ. ഇമ്മ ഇപ്പൊ വലിയ വന്നില്ലല്ലോ. ഇങ്ങനല്ലേ പറഞ്ഞത് ഓരൊക്കെ പോകാൻ വേണ്ടി ഡോക്ടറേക്കൊക്കെ പോവുകയാണ് ഓരെ കൂട്ടിട്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ വരിക പാവട്ടാ. സെറ്റാത്തിയും റുക്കാത്തിയും കുട്ടികളൊക്കെ പോയി. ഇമ്മ വേഗം വരികയാണെങ്കിൽ ഒക്കെ ചോറൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയച്ചാൽ മതിയെന്നില്ലേ. ഞാൻ ഓരോട് പറഞ്ഞു ഇമ്മ ഒരു ഡോക്ടറേക്ക് പോരാണ്, അതുകൊണ്ട് ഇമ്മ ഇപ്പോഴൊന്നും വരില്ലാന്ന് പറഞ്ഞിട്ട് പാവം ഒരു വേഗം പോവുകയും ചെയ്ത്. ഇക്ക ഒരു 10 റുപ്യ ലൈസ് വാങ്ങാൻ തരും ചെയ്ത്. വല്ലാത്തൊരു ഉമ്മയാണ്. എന്തായാലും വരലുണ്ടല്ലോ. ഞാൻ ഇപ്പൊ വരാം, മാമാനെ കണ്ടിപ്പോ വരാം. പോണത് വേണ്ട പോലെയുണ്ട്. അല്ലാ ശ്വാസം ഇപ്പൊ നേരിട്ടിപ്പോ വീണിട്ടുള്ളൂ. റബ്ബേ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് കൊടുക്കണേനല്ല. അതേമാതിരി ഇവിടെ വേണ്ടേ
ഞാനെന്നെ തട്ടിയും മുട്ടി ഇങ്ങനെ പോവുകയാണ്. പടച്ചോന്റെ ഒരു കാവല് അവിടെ ഐഡിയും കഴിഞ്ഞും ചെക്കനോട് റേഷൻ കടയിൽ പോകണം. ചെക്കൻ പോകണ്ടേ? ഇപ്പൊ ഞാൻ തന്നെ അതിന് പോകണം. പഞ്ചാരാണെങ്കിൽ അതും ഇല്ല. ഓർക്ക് വരുന്നവർക്ക് അറിയില്ലല്ലോ ഇവിടെ പഞ്ചാരുണ്ട് അരിയുണ്ട് എന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും നേരത്തെ വന്നത് നന്നായി. ഇനിയിപ്പത്തിന് ബാക്കി പണി നാളെ പോയിട്ട് എടുക്കും വേണം. ഇനിയിപ്പോ പോകാൻ നേരമൊന്നുമില്ല. കുറച്ചെന്തെങ്കിലും തിന്നിട്ട് കുറച്ചേരം കിടന്ന് ഇറങ്ങട്ടെ. എന്താ പോയിട്ടാണ് വയ്യ. ഞാൻ പോവാ. എവിടക്ക പോണ്? ഓടുക്കല്ല പെര എന്നിട്ടിങ്ങനെ ബോറടിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അല്ല ഇജ്ജെന്താ അനീഫാനെ പൈസക്ക് വേണ്ടിട്ട് ഉമ്മാനെ കാണാൻ വേണ്ടി വന്നിരുന്നല്ലോ. ഓന് കായില്ലാന്നിപ്പോ ഞാൻ പറഞ്ഞു ഉമ്മാട് ചോദിച്ചോന്ന് പറഞ്ഞു. 2-3 പേരൊക്കെ പണിക്കുണ്ടല്ലോ. അപ്പൊ ഉമ്മാർക്ക് കായ് ഉണ്ടാവൂലേ? അപ്പൊ ഞാൻ ഉമ്മാനോട് കുറച്ച് ഇക്കോട്ട് വരികയാണ് തോന്നുന്നു. ഇക്കോട്ട് ഇഷ്ടത്ര നേരത്തെ അപ്പൊ ഉമ്മാട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാവോ അറിയില്ല. എന്നോട് പറഞ്ഞ് ഉമ്മ ഞങ്ങളിങ്ങനെ വർത്തനം പറയുന്നേ. അതില എന്റെ ഉമ്മാനെ കണ്ടപാട് ആ ഉമ്മ വരുന്ന പോയോട്ടെ എന്നിട്ട് പോയിരുന്നു. പോയിന്നാ ഞാൻ കണ്ടിട്ടില്ലട്ടാ. ഈ ഉമ്മാരിന്ന് മേടിച്ചിക്കണാവാ. ഉമ്മ എല്ലാം കൊടുക്കുമല്ലോ. എന്റെ ഉമ്മാനെ ശരിക്കും അറിയില്ല. എല്ലാം കുഞ്ഞാപ്പോ അപ്പൊ ഇജ്ജ് എന്തിനാ വെറുതെ എല്ലാരും തിരിപ്പിക്കണ നടന്നിട്ട് ഉമ്മാന്റെ അടുത്ത് പൈസ ഉണ്ടായിട്ട്? ഉമ്മാനത് കായിണ്ടടക്കാ പാവല്ലേ. എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ ഉമ്മാരിന്ന് മേടിച്ചോന്ന് ഞാൻ പറഞ്ഞത്. എല്ലാം ഞാൻ തിരിപ്പിച്ചിട്ടൊന്നും ഇല്ല. എന്നാലും പാവാണ്ട് പോയിരുന്നു. കൊടുത്തിട്ടുണ്ടാവും ചെലപ്പം. അത്ര പെട്ടെന്ന് കിട്ടുന്നില്ല. അല്ല ചോറ് കഴിച്ചോ? വയറൊക്കെ കൊടുത്തണല്ലോ. ചോറ് തന്നെയല്ലേ. വേറെന്താ പണി? ഞാൻ പോട്ടെ. അല്ല ഉമ്മ ഉണ്ടോടെ? ഇമ്മപ്പോ പെരക്ക് കയറി വന്നിട്ടുണ്ട്. അനീപാണ്ട് ഓടിയിരുന്നു. എന്താ ഞാൻ പോയിന്നാ. എന്നായിക്കോട്ടെ.